മാത്രം പ്രബുദ്ധത, പ്രബുദ്ധർ എന്ന് വിളിക്കുന്ന അർത്ഥത്തിന്റെ വാക്കിന്റെ അർത്ഥം മാറിപ്പോയി. ലോകത്തിൽ പ്രബുദ്ധൻ അല്ലെങ്കിൽ പ്രബുദ്ധത എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മാറിപ്പോയത് മലയാള ഭാഷയിലാണ്. എന്താണ് അർത്ഥം? ഒന്നിനും കൊള്ളില്ലാത്തവർ, പോഴന്മാർ. വന്ന ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മുഖത്ത് നോക്കിയല്ലേ ഞാൻ ഈ പറയുന്നു, അല്ലേ? നാളെ ഈ ഡാം തകർന്ന് കേരളം മുഴുവനും നശിച്ച് പോയാൽ ആരായിരിക്കും ഉത്തരവാദി? പ്രതികരിക്കാതിരുന്ന നമ്മളാണ്. ഭയമാണ്, രാഷ്ട്രീയ നേതൃത്വത്തെ ഭയം, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ഭയം, മണ്ഡലം പ്രസിഡന്റിനെ ഭയം. ഇത്രയും ഭയമുള്ള ജനം ലോകത്ത് എവിടെയാ ഉള്ളത്? അപജയം എന്ന് പറഞ്ഞാൽ മലയാളിക്കുള്ള അപജയം ലോകത്ത് ഒരു സമൂഹത്തിനും വന്നിട്ടില്ല. വള്ളുവക്കോനാതിരിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞുമക്കളെ, 16ഉം 17ഉം വയസ്സുള്ള ആൺകുട്ടികളെ അമ്മമാർ തിലകം ചാർത്തി യുദ്ധരംഗത്തേക്ക് പറഞ്ഞുവിടുമായിരുന്ന ഒരു നാടാണ് കേരളം. ചാവേർ എന്ന് പറയുന്ന വാക്ക് ലോകത്തിന് കൊടുത്ത, ആ വാക്ക് തന്നെ കൊടുത്ത നാടാണ് കേരളം. അന്ന് ചാവേറായി പോകുന്നവൻ തിരിച്ചു വരത്തില്ല. അറിയോ നിങ്ങൾക്ക്? ഒരിക്കലും തിരിച്ചു വരാനായിട്ട് അവരുടെ അമ്മമാർ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ വിജയിച്ചു വരണം, അല്ലെങ്കിൽ രണാങ്കണത്തിൽ വീറോടെ മരിക്കണം. ആ നാടിന്റെ അപജയം, ഒന്നിനെ കുറിച്ചും പ്രതികരിക്കില്ല. കൺമുമ്പിൽ കാണുന്ന അനീതിയെ കുറിച്ച് പോലും കണ്ണടച്ചു കളയും. റോഡിനൊരുത്തന് ഒരു അപകടം പറ്റിക്കിടന്നാൽ തിരിഞ്ഞു മാറി പോകും. ഈ അവസ്ഥയിലേക്ക് മലയാളികളെ കൊണ്ടു ചെന്നെത്തിച്ചത്, മലയാളികളുടെ ആത്മാഭിമാനവും ധൈര്യവും ചോർത്തിക്കളഞ്ഞത് ഇവിടുത്തെ രാഷ്ട്രീയമാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും, ആരൊക്കെ എന്നെ വിമർശിച്ചാലും ഇല്ലെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഏറെ പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ചിന്തകൾ മാത്രം. ഈ സമൂഹത്തിൽ നടക്കുന്ന മനുഷ്യാവകാശത്തെ കുറിച്ചാണല്ലോ ഇവിടെ പ്രസക്തമായ കാരണം നമ്മുടെ സംഘടന ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. അപ്പോ നിങ്ങൾക്ക് കുറച്ച് ചിന്തകൾ സമ്മാനിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. ഈ നാടിനെ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളും മുത്തച്ഛനും മുത്തശ്ശിയും തന്ന നാട് ഇതാണെങ്കിലും ഞങ്ങളിത് മാറ്റും. ഈ നാട് ഞങ്ങൾ മാറ്റും. ഞങ്ങളൊരു പുതിയ കേരളം സൃഷ്ടിക്കും, പുതിയൊരു ഭാരതം സൃഷ്ടിക്കും. നല്ല വായുവുള്ള, നല്ല വെള്ളമുള്ള, ശുദ്ധഭക്ഷണമുള്ള, വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം ഇവിടെ ഞങ്ങൾ സൃഷ്ടിക്കും എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അത്തരമൊരു ആശയം ഹൃദയത്തിലേക്ക് കിട്ടിയെങ്കിൽ ഏതാനും നിമിഷങ്ങൾ ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചത് സാർത്ഥകമായി. അങ്ങനെ തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.